അങ്ങനെ ആവേശം എന്ന് പറഞ്ഞ സിനിമ എത്തിരിക്കുകയാണ്. ഫഹദ് ഫാസിലാണ് ഈ സിനിമേൻ്റെ റോള് ചെയ്യുന്നത്. സോ രോമാഞ്ചം ഉണ്ടാക്കിയ അതേ ടീമും കാര്യങ്ങളും ഞാൻ ഈ ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഈ ഒരു ടീസർ വേണ്ടി കട്ട വെയിറ്റിംഗ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക്, ഈ സിനിമേൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഭയങ്കര രസിപ്പിക്കുന്ന ഒരു ഫസ്റ്റ് ലുക്ക് തന്നെയായിരുന്നു. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ട് ഒരു ആവേശം എന്ന് പറഞ്ഞ പോസ്റ്റർ ആ ടൈറ്റിൽ കാർഡിൽ എഴുതിയത് ഭയങ്കര അധികം സൂപ്പർ തന്നെയായിരുന്നു. പിന്നെ ആ ഫസ്റ്റ് പേഴ്സൺ ആ ക്രൂവിൻ്റെ ഒക്കെ ഒരു പോസ്റ്റർ ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പോസ്റ്ററിൽ. സോ ടീസർ വരുമ്പോൾ അതിൻ്റെ പ്രതീക്ഷകൾ കുറയുമെന്നല്ല, പക്ഷേ ടീസർ ഒരു രക്ഷയില്ലാത്ത ടീച്ചറിന് പറയുകയും ടീച്ചർ ഇസ് എ ഡോപ്പ് അതന്നെ പറഞ്ഞേ പറ്റൂ. ടീച്ചർ ഒരു വേറെ ലെവൽ വൈബ് കൂടി അതിന് പോയിക്കൊണ്ടത്. അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ് ആട്ടെ എല്ലാം കൂടെ ആ രോമാഞ്ചത്തിൻ്റെ ഏകദേശം ഒരു വൈബ് ഈ ഒരു സിനിമയിൽ പിടിക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ കുറേ സ്പെഷ്യൽ പ്രത്യേകതയും കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ഇത് രോമാഞ്ചത്തിൻ്റെ ഒരു സ്പിൻ ഓഫ് സിനിമയാവാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി അറിയാം, അത് ഇന്റർവ്യൂവിൽ ചെമ്പൻ വിനോദ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫാസ്റ്റ് ഫാസ്റ്റിൻ്റെ വരുന്ന സിനിമയിൽ ചെമ്പൻ വിനോദിൻ്റെ ആ ഒരു രോമാഞ്ചത്തിലെ ഒരു ക്യാരക്ടർ ഇതിനകത്തും അപ്പിയർ ആവുന്നുള്ള രീതിയിലാക്കാണ് ചെമ്പൻ വിനോദ് ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. സോ അതെല്ലാം കൊണ്ട് തന്നെ ഈ രോമാഞ്ചത്തിൻ്റെ ഒരു സ്പിൻ ഓഫ് ആവാൻ ചാൻസ് ഉണ്ട് ഈ ആവേശം എന്ന് പറഞ്ഞ മൂവി. സോ അതൊക്കെ ഇവർ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നൊരു കാത്തിരിപ്പ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. സോ അതിലുള്ളത് കൊണ്ട് തന്നെ ഈ സിനിമയുടെ സ്പെഷ്യാലിറ്റി കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. പിന്നെ ടീസറിലേക്ക് വരുന്ന ടീസർ ഭയങ്കര രസമാണ്, ഒരു പ്രത്യേക വൈബാക്കിന് ഏകദേശം ടീസർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മളെ ടൊവിനോ തോമസിൻ്റെ തല്ലുമാലേൻ്റെ വൈബൊക്കെ വന്നു. ലാസ്റ്റ് ഒരു കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഏകദേശം ഒരു വൈബെല്ലാം അടിച്ച് തല്ലുമാല സിനിമേൻ്റെ വൈബെല്ലാം അടിച്ച്. നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ തല്ലുമാല സിനിമ ഫുള്ള് ഒരു കളർഫുൾ ആയിട്ടുള്ള സംഭവമാണ്. കുറേയധികം കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളാണ് തല്ലുമാല കണ്ടത്. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് വന്നാൽ ഫുള്ളി ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേഡും കാര്യങ്ങളും ഇതിനകത്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫഫാൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊന്നും പറയാനുള്ള കിടിലനായിരുന്നു. ആ ഒരു വൈറ്റ് ഷർട്ടും ആ ഒരു വൈറ്റ് പാനെല്ലാം ഇട്ട് ഗംഭീര ലുക്ക് അതിനൊരു ചിരിയും കൊണ്ട് വരുന്നുണ്ട് ഫഫ. അല്ല ഭയങ്കര മൂഡാക്കുന്നുണ്ട് ആ ഒരു സീന്. ശരിക്കും ആവേശം തന്നെയാണ്. നമ്മളൊക്കെ ആ ഒരു ടീസർ ഫുള്ളായിട്ട് പ്രത്യേക വൈബ് തന്നെ നമ്മളെ ഉള്ളിൽ ഈ ആവേശം വരുന്നുണ്ട്. ഭയങ്കര പ്രത്യേകം വൈബിലോട്ട് ഈ ടീസർ കൊണ്ടുപോകുന്നുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടീസർ. സോ ഫഹദ് ഫാസിൽ തന്നെയാണ് ഇതിൻ്റെ ടീസർ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. രംഗ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ പേരും കിടിലൻ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫഹദിൻ്റെ അപ്പിയറൻസും ആ ഒരു കോസ്റ്റ്യൂംസ് എല്ലാം കൂടി കാണുമ്പോൾ തന്നെ ആ രംഗ എന്ന് പറഞ്ഞ പേരും കൂടി വരുമ്പോൾ മൊത്തത്തിൽ ഫൺ ഫീൽഡ് പാക്ട് ആയിട്ടുള്ള ക്യാരക്ടർ പോലെ എനിക്ക് തോന്നി. ഈ ക്യാരക്ടറിൻ്റെ അപ്പിയറൻസ് കളിയാൻ കാണാൻ ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ്. ഈ ആവേശം എന്ന് പറഞ്ഞ സിനിമയിൽ ഫഫേൻ്റെ അപ്പിയറൻസ് നോക്കുമ്പോൾ വൈറ്റ് പാൻറ്റും വൈറ്റ് ഷർട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ രോമാഞ്ചത്തിലോട്ട് വരുമ്പോൾ രോമാഞ്ചത്തിൽ ചെമ്പൻ വിനോദിൻ്റെ ക്യാരക്ടർ വൈറ്റ് ഷർട്ടും വൈറ്റ് പാൻറ്റ് തന്നെയായിരുന്നു. സോ ഈ രണ്ട് സിനിമ കമ്പയർ ചെയ്യുമ്പോൾ നല്ല സിമിലാരിറ്റീസും കാര്യങ്ങളുണ്ട്. സോ ഇതൊക്കെ എങ്ങനെ ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് കാണേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളും ഈ ഒരു ടീസറിൻ്റെ ഒരു വൈബും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ ഭയങ്കര ഫൺ ഫീൽഡ് സാധനമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ആവേശം എന്ന് പറഞ്ഞ പേര് തന്നെ ഗംഭീരമായിട്ട് തന്നെ ടൈറ്റിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ടീസർ നമ്മളെ വല്ലാണ്ട് തന്നെ കോരിത്തെരിപ്പിക്കുന്നുണ്ട് കുറേ സീൻസൊക്കെ. സോ മൊത്തത്തിൽ ഫഫേൻ്റെ ഒരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഐറ്റം കാണാൻ വേണ്ടി കട്ട വെയിറ്റിങ്ങിനാണ്. സോ റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് April 11 April 11 കട്ട വെയിറ്റിംഗ് ആണ് പടത്തിന് വേണ്ടിയിട്ട്. ഒരു മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. എസ്പെഷ്യലി കുറേ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും ടീസ് ചെയ്യുന്നുണ്ട് ഇവർ. ആ ഫഫേൻ്റെ രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടർക്ക് ബിൽഡപ്പും കാര്യങ്ങളും കൊടുക്കുമ്പോൾ തന്നെ കുറേ അധികം ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളുടെ ഒരു ടീസ് പോലെ എനിക്ക് തോന്നി. സോ എന്തൊക്കെയാണ് എല്ലാം കണ്ടന്റ് വെയിറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് തോന്നി. ഒരു കളർ ഗ്രേഡിങ് ആയിട്ടൊരു പ്രത്യേക ഒരു DJ മൂഡ് ഈ ഒരു ടീസർ എനിക്ക് തരാൻ സാധിച്ചിട്ടുണ്ട്. സോ ഭയങ്കര രസം തന്നെ ആട്ടെ. സോ ഒരു ഫഹദ് ഫാസിൻ്റെ ക്യാരക്ടർ കാണാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.